ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എടി, എനിക്ക് ആ പ്രോജക്റ്റ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല. ഇത്തിരി നേരത്തെ ഇറങ്ങി അവനൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാ, അത് നടന്നില്ല. ഇന്നിപ്പോ ഫ്ലാറ്റിലെ ജനറൽ ബോഡി മീറ്റിംഗും കൂടി ഉള്ളതല്ലേ. എല്ലാവരും 8 മണിക്ക് തന്നെ എത്തുന്നുണ്ടാവും. ഇനിയിപ്പോ എപ്പ എത്താനാ? എടി, മെയിൻ റോഡിൽ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എല്ലാ സിഗ്നലിലും സ്റ്റക്കായി. അവന്റെ മൂഡ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് അഡ്ജസ്റ്റഡ് ആയിട്ട് വരുമായിരുന്നു. അതിന്റെ ഇടയിലല്ലേ ഇപ്പൊ അവന്റെ പപ്പിയും കൂടി പോയേ. ആളിപ്പോ ഫുള്ള് ഡള്ള. പേപ്പറിൽ കൊടുത്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഒരു കോള് പോലും വന്നില്ല. ഞാനാണെങ്കിൽ ഇച്ചിരി നേരത്തെ ഇറങ്ങി ആ ഡേവിഡിന്റെ കെൻലിൽ നിന്ന് അവനൊരു പുതിയ പട്ടിക്കുട്ടിയെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാ, അതും നടന്നില്ല. ഓ, അതുകൊണ്ട് ഇപ്പൊ വലിയ കാര്യമൊന്നും ഇല്ലാന്നേ. ടോമിക്ക് നമ്മുടെ അപ്പൂന്റെ അതേ പ്രായമല്ലേ. അവരൊരുമിച്ച് കളിച്ച് വളർന്നതല്ലേ. ഇനിയിപ്പോ പുതിയ ഒരെണ്ണത്തിനെ വാങ്ങിച്ചാലും അത് ടോമിക്ക് പകരാവില്ലല്ലോ. ആ, നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്, ഞാൻ വേഗം എത്തിയേക്കാം. ഹലോ. ഹലോ, ജോൺ സാറല്ലേ? യെസ് സാർ, ഞാൻ സഹൃദയ ഓൾഡ് ഏജ് ഹോമിലെ കെയർ ടേക്കറാണ്. 1 വർഷത്തെ പേയ്മെന്റ് കൊടുത്താണല്ലോ. മാനേജറിന്റെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല സാർ, സാറിൻ്റെ ഒരു പെറ്റ് ഡോഗ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പേപ്പറിലൊരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നേ. യെസ്. ആ സാർ. ഹലോ സാർ, അത് മോനെ, എടാ നമ്മുടെ തൊമ്മിച്ചന് അമ്മയുടെ അടുത്തുണ്ട്. അവൻ അമ്മയെ തിരക്കി വന്നതാ. നീ അവന്റെ ശബ്ദം കേൾക്കണില്ലേ മോനെ? മോനെ